വിവരങ്ങളുമായി സെയ്ഫ് സെലബ്ദീനാണ് ചേരുന്നത്. സെയ്ഫ, നിലമ്പൂരിലേക്ക് ഒരു പൊതു സ്വതന്ത്രനെ അന്വേഷിച്ച CPM ഒടുവിൽ പാർട്ടി സ്ഥാനാർത്ഥിയെ വെച്ചിരിക്കുന്നു. എം സ്വരാജിനെയാണ് സ്ഥാനാർത്ഥിയായി തീരുമാനിച്ചിരിക്കുന്നത്. അത് LDF ക്യാമ്പിൽ എത്രത്തോളം ആവേശം പകരുന്നുണ്ട്? നാളെ തന്നെ അവിടെ മണ്ഡലത്തിലെത്തി പ്രചാരണ പരിപാടികൾക്ക് തുടക്കമിടാൻ പോവുകയാണോ സ്വരാജ്? അതെ, ഇന്ന് രാത്രി തിരുവനന്തപുരത്ത് നിന്ന് സ്വരാജ് തിരിക്കും. സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ പങ്കെടുക്കാനാണ് ഇന്നലെ സ്വരാജ് നിലമ്പൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് പോയത്. അപ്പോൾ തന്നെ അദ്ദേഹം സ്ഥാനാർത്ഥിയാകും എന്ന് അദ്ദേഹത്തിന് തന്നെ അറിയാമായിരുന്നു. എന്തായാലും ഇന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം കഴിഞ്ഞ് വൈകിട്ട് LDF യോഗം കഴിഞ്ഞ് രാത്രിയോടുകൂടി സ്വരാജ് തിരിക്കും. നാളെ രാവിലെ 10:30 എം സ്വരാജ് നിലമ്പൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചേരുന്നുണ്ട്. നിലമ്പൂർ റെയിൽവേ സ്റ്റേഷനിൽ സ്ഥാനാർത്ഥി വന്നിറങ്ങുമ്പോൾ അവിടെ വലിയ പ്രചരണ പരിപാടികൾ, അദ്ദേഹത്തിൻ്റെ ഒരു ലാൻഡിംഗ് ആഘോഷമാക്കാൻ വേണ്ടിയുള്ള തീരുമാനമാണ് LDF ക്യാമ്പ് എടുത്തിരിക്കുന്നത്. സ്വരാജിനെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് മണ്ഡലത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലേക്ക് ഒരു റോഡ് ഷോ എന്ന നിലയിൽ, ബൈക്ക് റാലി അടക്കം ഒരു റോഡ് ഷോ എന്ന നിലയിൽ മണ്ഡലത്തിലാകെ ഒരു പ്രചരണ പരിപാടികൾ, ആദ്യഘട്ട പ്രചരണ പരിപാടികൾ നടത്തുക എന്നുള്ളതാണ് LDFിൻ്റെ ക്യാമ്പ് നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത്. ഉച്ചയ്ക്ക് ശേഷം മറ്റ് യോഗങ്ങൾ, ആരെയൊക്കെ പ്രധാനപ്പെട്ട ആൾക്കാരെ സ്വരാജ് ആരെയൊക്കെ കാണണം എന്ന കാര്യത്തിലൊക്കെ നാളെ തീരുമാനമെടുത്ത് സ്വരാജ് പ്രധാനപ്പെട്ട വിവിധ ഇടങ്ങളിലുള്ള മത സാമുദായിക നേതാക്കന്മാർ, മറ്റ് പ്രധാനപ്പെട്ട മണ്ഡലത്തിലെ മറ്റ് പ്രധാനപ്പെട്ട ആൾക്കാർ, അവരെയെല്ലാം നാളെ എം സ്വരാജ് കാണും. മറ്റന്നാൾ വൈകിട്ടാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പങ്കെടുക്കുന്ന LDFിൻ്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടക്കുന്നത്. ഇവിടെ നിലമ്പൂർ ടൗണിന് സമീപമായി തന്നെയാണ് മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ തീരുമാനിച്ചിരിക്കുന്നത്. എന്തൊക്കെയായിരിക്കും പ്രചരണ വിഷയങ്ങൾ സംബന്ധിച്ച് ഏകദേശ ധാരണ ഇതിനോടകം തന്നെ ഉണ്ടായിട്ടുണ്ട്. എന്തായാലും LDF ക്യാമ്പിൽ ഒരു ഉണർച്ച ഉണ്ടായിട്ടുണ്ട്. അതും പാർട്ടി ചിഹ്നത്തിൽ ഒരു സ്ഥാനാർത്ഥി മത്സരിക്കുക. അത് കാലങ്ങൾക്ക് ശേഷം പാർട്ടി ചിഹ്നത്തിൽ ഒരു സ്ഥാനാർത്ഥി മത്സരിക്കുമ്പോൾ പാർട്ടി അണികൾക്കുണ്ടാകുന്ന ഒരു ഊർജ്ജസ്വലതയുണ്ട്. അത് നമുക്ക് നിലമ്പൂർ മണ്ഡലത്തിലെ പാർട്ടി അണികൾക്കിടയിൽ കാണാൻ കഴിയുന്നുമുണ്ട്. എന്തായാലും നിലമ്പൂരിൽ മഴ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പെയ്ത് പോകുന്നുണ്ട്. പക്ഷേ നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് ചൂടിനെ കെടുത്താൻ തക്ക ശേഷിയൊന്നും ആ മഴയ്ക്കുണ്ടെന്ന് തോന്നുന്നില്ല ദിവ്യ. യെസ്, എന്തായാലും സൈഫ, അൻവറിന്റെ ആരോപണങ്ങൾക്ക് മറുപടി നൽകിക്കൊണ്ട് സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ ഉയർത്തിക്കൊണ്ടുള്ള ഒരു പ്രചാരണ തന്ത്രം തന്നെ ആയിരിക്കില്ല LDFിന്റേത്. അതിൽ ഒരു LDFിൻ്റെ ഒരു പ്രചരണ സ്വഭാവം എന്താണ് എന്ന സൂചന CPMന്റെ സംസ്ഥാന സെക്രട്ടറിയുടെ വാക്കുകളിൽ ഉണ്ടായിരുന്നു. അൻവർ പറഞ്ഞ കാര്യങ്ങളിൽ കൂടുതൽ ഊന്നിക്കൊണ്ട് അൻവറിന് കൂടുതൽ പ്രാധാന്യം നൽകേണ്ടതില്ല എന്നൊരു തീരുമാനമെടുത്തിട്ടുണ്ട്. അൻവർ ഉന്നയിച്ച കാര്യങ്ങളിൽ മറുപടി പറയേണ്ടതിന് മറുപടി പറഞ്ഞു പോവുക എന്ന തീരുമാനമാണ് പാർട്ടി നേതൃത്വം എടുത്തിരിക്കുന്നത്. അതിൽ ഊന്നി മാത്രം ഒരു രാഷ്ട്രീയ പ്രചരണം നിലമ്പൂരിൽ നടത്തേണ്ടതില്ല എന്ന് തീരുമാനിച്ചിട്ടുണ്ട്. അതിനൊപ്പം തന്നെ കഴിഞ്ഞ 9 വർഷക്കാലം ഇടതുമുന്നണി സർക്കാർ എന്ന നിലയിൽ, അൻവർ എന്ന നിലയിൽ, ഇടതുമുന്നണി സർക്കാർ എന്ന നിലയിൽ മണ്ഡലത്തേക്ക് കൊണ്ടുവന്ന വികസന പ്രവർത്തനങ്ങളുണ്ട്. അത് തെരഞ്ഞെടുപ്പിൽ ഊന്നി പറയാൻ വേണ്ടിയുള്ള തീരുമാനം എടുത്തിട്ടുണ്ട്. അതിനൊപ്പം കേന്ദ്ര സർക്കാർ സാമ്പത്തികമായി ഞെരുക്കുന്ന വിഷയമുണ്ട്. അതിനോട് UDF സ്വീകരിച്ച നയസമീപനമുണ്ട്. ഇത് തെരഞ്ഞെടുപ്പ് വിഷയത്തിൽ ഉന്നയിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. അൻവറിലൂന്നി ഒരു പ്രചരണമാണെങ്കിൽ ഒരു രാഷ്ട്രീയം പറയാൻ കഴിയാതെ ഒരു വ്യക്തിയിൽ മാത്രം അത് കേന്ദ്രീകരിച്ച് പോകും. അങ്ങനെ ഒരു വ്യക്തിയിൽ കേന്ദ്രീകരിച്ചുള്ള തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനല്ല ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് എന്നുള്ളത് കൊണ്ടാണ് അവർ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലും ഒരു രാഷ്ട്രീയം തീരുമാനിച്ചത്. അതുകൊണ്ടാണ് സ്വരാജ് സ്ഥാനാർത്ഥിയാകുന്നത്. അതുകൊണ്ട് അൻവറിൽ കേന്ദ്രീകരിക്കുക എന്നതിനേക്ക് മാറ്റി UDFിനെതിരായ സംസ്ഥാന സർക്കാർ നടത്തി വന്ന വികസന പ്രവർത്തനങ്ങൾ നിലമ്പൂർ മണ്ഡലത്തിൽ എങ്ങനെ നടപ്പാക്കി എന്ന രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് അൻവറിൽ കൂടുതൽ ശ്രദ്ധ ഊന്നാതെയുള്ള പ്രചരണ പരിപാടികൾക്കാണ്. പക്ഷേ ഇവിടെ PV അൻവർ UDFിന് പിന്തുണ പ്രഖ്യാപിച്ചേക്കുമെന്ന് തന്നെയാണ് UDF ക്യാമ്പിൽ നിന്ന് ഉയരുന്ന പ്രതീക്ഷകളൊക്കെ. അക്കാര്യത്തിൽ ഒരു ചർച്ച നടക്കുന്നുണ്ട്. പക്ഷേ അപ്പോൾ അൻവർ അവിടെ പിന്തുണച്ചു കഴിഞ്ഞാൽ ജയിക്കുക എന്നത് വലിയൊരു പോരാട്ടം തന്നെയായിരിക്കും LDFിനെ സംബന്ധിച്ച്. അതിൽ അപ്പോൾ എങ്ങനെയായിരിക്കും LDF എന്തൊക്കെയാണ് കണക്ക് കൂട്ടുന്നത്, വിലയിരുത്തുന്നത്? അവിടെ UDF അങ്ങനെ അൻവർ പിന്തുണ പ്രഖ്യാപിക്കുകയാണെങ്കിൽ അവിടെ LDF ചെയ്യാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ ദിവസങ്ങളിൽ അൻവർ പറഞ്ഞ ചില വാചകങ്ങളുണ്ട്. ഇപ്പോൾ CPMന്റെ സംസ്ഥാന സെക്രട്ടറി ഇന്ന് പറഞ്ഞ വാചകമുണ്ട്, ഇന്നലെ പറഞ്ഞ വാചകമുണ്ട്. തന്നെ പുറത്താക്കി, മുഖത്തേക്ക് ചവിട്ടി, വസ്ത്രാക്ഷേപം നടത്തി എന്നടക്കമുള്ള വാചകങ്ങൾ അത് സോഷ്യൽ മീഡിയയിലടക്കം വലിയ രീതിയിൽ പ്രചരിപ്പിക്കുന്നുണ്ട്. അതൊരു പ്രചരണ വിഷയമാക്കി ഉപയോഗിക്കുന്നുണ്ട്. LDF വിട്ട് UDFിലേക്ക് എത്തിച്ചേർന്നപ്പോൾ അൻവർ നേരിടേണ്ടി വന്ന പ്രതിസന്ധിയെക്കുറിച്ച് പറയാൻ വേണ്ടി തീരുമാനമെടുത്തിട്ടുണ്ട്. അതായിരിക്കും ഒരു അൻവറിനെ നേരിടാൻ വേണ്ടിയുള്ള ഒരായുധം അതായിരിക്കും. അതിനൊപ്പം പക്ഷേ പിണറായി വിജയനെതിരെ, ആഭ്യന്തര വകുപ്പിനെതിരെ ഉയർത്തിയ ആരോപണങ്ങളുണ്ട്, അൻവർ ഉയർത്തിയ ആരോപണങ്ങളുണ്ട്. അത് ഏതെങ്കിലും തരത്തിൽ ഓൺ ചെയ്തുകൊണ്ട് അതിന് മറുപടി പറഞ്ഞു പോവുക എന്നുള്ള രീതി ഇടതുമുന്നണി ആലോചിക്കുന്നില്ല. അൻവർ
അൻവറുമായി ബന്ധപ്പെട്ട് UDF ഉണ്ടായിരിക്കുന്ന ഇപ്പോഴത്തെ ആശയക്കുഴപ്പം രാഷ്ട്രീയമാരുമായി എങ്ങനെ ഉപയോഗപ്പെടുത്തുക, അതിനപ്പുറത്തേക്ക് അൻവർ എന്ന വ്യക്തിക്ക് കൂടുതൽ പ്രാധാന്യം നൽകിക്കൊണ്ട് രാഷ്ട്രീയം പറയേണ്ട സമയത്ത് മറ്റ് വിഷയങ്ങളിലേക്ക് കേന്ദ്രീകരിക്കാതിരിക്കുക എന്ന തന്ത്രത്തിലേക്കാണ് നിലവിൽ LDFന്റെ ക്യാമ്പ് എത്തിച്ചേർന്നിരിക്കുന്നത്. മറ്റന്നാൾ മുഖ്യമന്ത്രി വരുമ്പോൾ സ്വാഭാവികമായിട്ട് സ്വീകരിക്കുന്ന തന്ത്രം അത് തന്നെയായിരിക്കും. ആദ്യം വികസന പ്രവർത്തനങ്ങൾ, പിന്നീട് കേന്ദ്ര സർക്കാരിന്റെ സമീപനം, UDF സർക്കാർ അതിനോട് സ്വീകരിച്ചിട്ടുള്ള സംസ്ഥാനത്തിനോട് സ്വീകരിച്ച കേന്ദ്ര സർക്കാർ നയത്തിനെതിരെ UDF സ്വീകരിച്ചിട്ടുള്ള നയസമീപനം, അതിനൊപ്പം തന്നെ അൻവർ ഉന്നയിച്ച ചില വിഷയങ്ങൾക്കുള്ള മറുപടി. അത് അൻവർ അവിടെ ക്യാമ്പിലേക്ക് പോകാൻ വേണ്ടി, UDF ക്യാമ്പിലേക്ക് പോകാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ അവിടെ നേരിടേണ്ടി വന്ന പ്രതിസന്ധികൾ, അത് രാഷ്ട്രീയമായി ഊന്നി പറഞ്ഞുകൊണ്ട് തെരഞ്ഞെടുപ്പ് രംഗത്ത് പ്രചരണ പരിപാടികൾ ആരംഭിക്കാനാണ്. എന്തായാലും അൻവറിൽ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു പ്രചാരണമായിരിക്കില്ല, പക്ഷേ വേണ്ടിടത്ത് കൃത്യമായ മറുപടി നൽകിക്കൊണ്ടുള്ള ഒരു പ്രചാരണ തന്ത്രം തന്നെയായിരിക്കും LDF പുറത്തുകൊണ്ടുവരിക എന്നാണ് വ്യക്തമാകുന്നത്. സേഫ് സൈലബ്ദീനാണ് വിവരങ്ങൾ നൽകിയത്.